വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ പരീക്ഷകളിൽ പി എസ് സി ചോദിച്ച ഇനിയുള്ള പരീക്ഷകളിൽ പി എസ് സി ആവർത്തിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലാസ്സുകൾ കാണാൻ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് അസിസ്റ്റൻറ്റ്, സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും SCERT പാഠഭാഗങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് ഏത് രാജ്യത്തു നിന്നാണ്? ബ്രിട്ടനിൽ നിന്ന് കടം എടുത്ത ആശയമാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. നിയമനിർമ്മാണത്തിനുള്ള അധികാരം ജനപ്രതിനിധി സഭയിൽ നിക്ഷിപ്തമായ ഭരണ സംവിധാനത്തെയാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? നിയമനിർമ്മാണത്തിനുള്ള അധികാരം ജനപ്രതിനിധി സഭയിൽ നിക്ഷിപ്തമായ ഭരണ സംവിധാനത്തെയാണ് പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത്. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ക്രിയാത്മകമായ ആശയങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. അല്ലേ, വിവിധ രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. അപ്പോൾ ഈ പാർലമെൻ്ററി ജനാധിപത്യം എന്ന് പറയുന്നത് ഇതിൽ നിന്നെടുത്താണ്? ബ്രിട്ടനിൽ നിന്നും എടുത്തതാണ്. ഇനി നമുക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്നും കടം കൊണ്ട ആശയങ്ങൾ നോക്കാം. ബ്രിട്ടനിൽ നിന്ന് ഏതൊക്കെയാണ്? പാർലമെൻ്ററി ജനാധിപത്യം, ഏകപൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തെരഞ്ഞെടുപ്പ്, സ്പീക്കർ, CAG, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, കൂട്ടുത്തരവാദിത്യം. അപ്പോൾ എന്തൊക്കെയാണ് ബ്രിട്ടനിൽ നിന്നും കടമെടുത്തത്? പാർലമെൻ്ററി ജനാധിപത്യം, ഏകപൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തെരഞ്ഞെടുപ്പ്, സ്പീക്കർ, CAG, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, കൂട്ടുത്തരവാദിത്വം. നെക്സ്റ്റ് USA അമേരിക്കയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ നോക്കാം. മൗലിക അവകാശം, ആമുഖം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. ഏതൊക്കെയാണ് അമേരിക്കയിൽ നിന്നും കടമെടുത്തിരിക്കുന്നത്? മൗലിക അവകാശം, ആമുഖം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി തുടങ്ങിയവയൊക്കെ USAയിൽ നിന്നും കടമെടുത്തതാണ്. ഇനി ജർമ്മനിയിൽ നിന്നും കടമെടുത്തിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. കാനഡയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ. ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ ഏതിൽ നിന്നും കടമെടുത്താണ്? കാനഡയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ്. അപ്പോൾ USAയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ് മൗലിക അവകാശം, ആമുഖം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെൻറ്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി. ജർമ്മനിയിൽ നിന്നും അടിയന്തരാവസ്ഥ, കാനഡയിൽ നിന്നും ഫെഡറൽ സംവിധാനം, അവശിഷ്ടാധികാരം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവ. അതുപോലെ തന്നെ ബ്രിട്ടനിൽ നിന്നും പാർലമെൻ്ററി ജനാധിപത്യം, ഏകപൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, തെരഞ്ഞെടുപ്പ്, സ്പീക്കർ, CAG, രാഷ്ട്രത്തലവന് നാമമാത്രമായ അധികാരം, കൂട്ടുത്തരവാദിത്തം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാമാണ്? നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാൻ സ്വതന്ത്രമായി നിൽക്കാനോ ബ്രിട്ടൻ അധികാരം നൽകിയിട്ടുണ്ടായിരുന്നു. ശരിയാണല്ലോ അല്ലേ? നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം എന്ന് പറയുന്ന അധികാരം ബ്രിട്ടൻ നൽകിയിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് സർദാർ വല്ലഭായ് പട്ടേലിനെ നിയമിച്ചു. തെറ്റാണല്ലേ? ആരായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത്? ആരായിരുന്നു? VP മേനോനെ ആയിരുന്നു. അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ തെറ്റാണെന്ന് മനസ്സിലായി. നെക്സ്റ്റ്: ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം കേന്ദ്ര സർക്കാരിന് നൽകണം. ശരിയാണ്. ലയന കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം ആർക്ക് നൽകണം? കേന്ദ്ര സർക്കാരിന് നൽകണം അല്ലേ? നാട്ടുരാജ്യങ്ങൾ പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം ആർക്ക് നൽകണം? കേന്ദ്ര സർക്കാരിന് നൽകണം. അപ്പോൾ അത് ശരിയാണ്.
അപ്പോൾ തെറ്റായത് രണ്ടും മാത്രമാണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചത് ആരെയായിരുന്നു? വി പി മേനോനെയാണ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വല്ലഭായ് പട്ടേലും വി പി മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാർ എന്ന് പറയുന്നത്. അപ്പോൾ ലയന കരാർ എന്ന് വെച്ചാൽ ആരൊക്കെ ചേർന്നിട്ടാണ്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനായിട്ട് വല്ലഭായ് പട്ടേലും വി പി മേനോനും ചേർന്ന് തയ്യാറാക്കിയ കരാറാണ് ലയന കരാർ എന്ന് പറയുന്നത്. ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ഭാവ്നഗറാണ്. ഭാവ്നഗറാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ഏതാണ്? ഭാവ്നഗറാണ്. ലയന കരാർ മുഖേന ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം കശ്മീരാണ്. അപ്പോൾ കാശ്മീരാണ് ലയന കരാർ മുഖേന ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം. ലയന കരാർ മുഖേന ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? കാശ്മീരാണ്. ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കുമ്പോൾ കാശ്മീർ ഭരിച്ചിരുന്നത് രാജാ ഹരിസിംഗ് ആണ്. രാജാ ഹരിസിംഗ് ആണ് ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കുമ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന ആരാണ്? രാജാ ഹരിസിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലയന കരാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും കൂടി ചേർന്നിട്ടാണ് ഇന്ത്യയിലല്ലെങ്കിൽ എന്താ പറഞ്ഞ പാകിസ്ഥാനിലോ നാട്ടുരാജ്യങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ബ്രിട്ടൻ അധികാരം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ട് വന്നത് വി പി മേനോനായിരുന്നു. മലയാളിയായിട്ടുള്ള ആളായിരുന്നു വി പി മേനോൻ അല്ലേ. അങ്ങനെ ലയന കരാർ മുഖേന ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത ആദ്യത്തെ നാട്ടുരാജ്യം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കാശ്മീരാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കാശ്മീർ ഭരിച്ചിരുന്നത് രാജാ ഹരിസിംഗ് ആയിരുന്നു. ഇനി അതല്ലാതെ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യം ചോദിക്കുകയാണെങ്കിൽ ഭാവ്നഗറാണ്. ലയന കരാർ മുഖേന ചേർന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ് വരുന്നത്? കാശ്മീർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കൽ, കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കൽ, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നിവ. ശരിയാണോ? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗാന്ധിജിയുടെ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കലുണ്ട്, അതുപോലെ തന്നെ കുടിൽ വ്യവസായം പ്രോത്സാഹിപ്പിക്കലുണ്ട് അല്ലേ. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്നത് വരുന്നുണ്ടോ? ഇല്ല അല്ലേ, അതിൽ വരുന്നില്ല. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഉൾച്ചേർത്തിരിക്കുന്ന 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദമാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ശരിയാണല്ലേ? അതും ശരിയാണ്. 4-ാം ഭാഗത്തിലെ പാർട്ട് 4-ലാണ് 36 മുതൽ 51 വരെയാണ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഒന്ന് തെറ്റാണല്ലേ, ഒന്ന് തെറ്റാണ്, 2 ശരിയാണല്ലേ. 2 ശരിയാണ്, 1 തെറ്റാണ്. കാരണം എന്തായിരുന്നു? സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം ഉൾപ്പെടുന്നത് സോഷ്യലിസം എന്ന ആശയത്തിലാണ്. മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങൾ ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും ഭരണകൂടം പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ്. ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളായി ഇവ കണക്കാക്കിയിരിക്കുന്നു. ഒരു ക്ഷേമരാഷ്ട്രം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ് ഈ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നതാണ് അല്ലേ. മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളിലെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നതാണ് ക്ഷേമരാഷ്ട്രമാക്കുക എന്ന് പറയുന്നതായിരുന്നു. രാഷ്ട്രത്തിൻ്റെ പ്രവർത്തന മേഖലകളായ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, രാജ്യാന്തര മേഖലകളെയെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ഒരു മണ്ഡലത്തെയാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന എന്താണ്? രാഷ്ട്രത്തിൻ്റെ പ്രവർത്തന മേഖലകളായ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, രാജ്യാന്തര മേഖലകളെയെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ഒരു മണ്ഡലമാണ് ഈ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ തുടങ്ങിയവരെ പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. തെറ്റാണല്ലോ. ഏതാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ അല്ലേ. രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളൊക്കെ പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ലോകസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ പ്രത്യക്ഷ സമ്പ്രദായ പ്രകാരമല്ലേ, പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ലോകസഭയിലെ അംഗങ്ങൾ വരുന്നില്ല അല്ലേ. ലോകസഭയിലെ അംഗങ്ങളെ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി അപ്പം നമുക്ക് തെറ്റ് മനസ്സിലായി കേട്ടോ. സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം
തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ചാണ്. ശരിയാണല്ലേ? സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ചാണ്. ശരിയാണ്. ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായത്തെ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത്. ശരിയാണല്ലേ? ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ പ്രാതിനിധ്യ സമ്പ്രദായത്തെ എന്ന് വിളിക്കുന്നു കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഏതാണ്? 1, 3, 4 ശരിയെന്നാണ് വരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ തുടങ്ങിയവരെ പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ തുടങ്ങിയവരെ പരോക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ലോകസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് സമ്പ്രദായ പ്രകാരമാണ്. ഇനി ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ഭരണം നടത്തുന്ന രീതിയാണ് ആധുനിക ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ന് പറയാം പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയാം. എന്താണ് പ്രാതിനിധ്യ ജനാധിപത്യം അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ഭരണം നടത്തുന്ന രീതിയാണ് ആധുനിക ജനാധിപത്യ രീതി. അല്ലാന്നുണ്ടെങ്കിൽ പരോക്ഷ ജനാധിപത്യം, പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത്. എന്നാൽ പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഓരോ പൗരനും നേരിട്ട് പങ്കെടുക്കുന്ന സംവിധാനത്തെയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ പരോക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? ജനങ്ങൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അവരിലൂടെ ഭരണം നടത്തുന്ന രീതിയാണ് പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഓരോ പൗരനും നേരിട്ട് പങ്കെടുക്കുന്ന സംവിധാനത്തെയാണ് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ചാണ്. ഇന്ത്യയിൽ 5 വർഷം കൂടുമ്പോൾ ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പൊതു തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ഇന്ത്യയിലെ 5 വർഷം കൂടുമ്പോഴാണ് ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിപ്പബ്ലിക്കൻ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ച വിപ്ലവം ഏതാണ്? വിപ്ലവവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. റിപ്പബ്ലിക്കൻ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ച വിപ്ലവം ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് റിപ്പബ്ലിക്കൻ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രസിദ്ധമായ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന മുദ്രാവാക്യമാണ് അല്ലേ. അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ രീതി ആശയം മുന്നോട്ട് വെച്ചതും ആരാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പാക്കിയ നിയമം അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? മെർക്കന്റിലിസം എന്നാണ്. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പാക്കിയ നിയമം അറിയപ്പെടുന്നത് എന്താണ്? മെർക്കന്റിലിസം എന്നാണ്. ഇനി കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചോദിക്കാം അല്ലേ, ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് 1776 ജൂലൈ 4-നാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് 1776 ജൂലൈ 4-നാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം തയ്യാറാക്കിയ വ്യക്തികൾ ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം തയ്യാറാക്കിയത്. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പ്രധാന മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതുപോലെ റിപ്പബ്ലിക്കൻ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെയാണ്. ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നടപ്പാക്കിയ നിയമമാണ് എന്നറിയപ്പെടുന്നത് മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് അമേരിക്കൻ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് 1776 ജൂലൈ 4-നാണ്. ഇത് തയ്യാറാക്കിയ വ്യക്തികളാണ് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1998 ഡിസംബർ 11-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 1998 ഡിസംബർ 11.
കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് എം പരീത് പിള്ള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ജസ്റ്റിസ് എം പരീത് പിള്ള. 1993 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്താണ്? 1993 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? പ്രസിഡന്റാണ്, ഗവർണറാണ്. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കമ്മീഷന്റെ ശമ്പളം, അലവൻസ്, സേവന വ്യവസ്ഥകൾ തുടങ്ങിയവ തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കമ്മീഷന്റെ ശമ്പളം, അലവൻസ്, സേവന വ്യവസ്ഥകൾ തുടങ്ങിയവ തീരുമാനിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ്. കമ്മീഷനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ്? ഗവർണർക്കാണ് കമ്മീഷനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 ആയിരുന്നു. ഫസ്റ്റത്തെ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് എം പരീത് പിള്ളയായിരുന്നു. മനുഷ്യാവകാശങ്ങളിലെ അധികാരങ്ങൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കുകയാണ്. ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുകയാണ് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ രാജിക്കത്തും നൽകുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. എന്നാൽ അവരെ നീക്കം ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ രാഷ്ട്രപതിയാണ്. കമ്മീഷന്റെ ശമ്പളം, അലവൻസ്, സേവന വ്യവസ്ഥകളൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? സംസ്ഥാന സർക്കാരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ പരിഗണിക്കുക. പലിശ നിരക്കുകൾ, പണലഭ്യത, വായ്പ ലഭ്യത എന്നിവയിൽ കേന്ദ്ര ബാങ്കിന്റെ നയത്തെയാണ് പണനയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശരിയാണല്ലേ. പലിശ നിരക്കുകൾ, പണലഭ്യത, വായ്പ ലഭ്യത എന്നിവയിൽ കേന്ദ്ര ബാങ്കിന്റെ നയത്തെയാണ് പണനയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ശരിയാണ്. ഇന്ത്യയിൽ പണനയം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ധനമന്ത്രാലയത്തിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയിൽ പണനയം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ആരിലാണ്? RBI ആണല്ലേ. RBI ആണ് പണനയം നടപ്പാക്കുന്ന ആരാണ്? RBI ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ്? 1 മാത്രമാണ് ശരി. പലിശ നിരക്കുകൾ, പണലഭ്യത, വായ്പാ ലഭ്യത എന്നിവയിൽ കേന്ദ്ര ബാങ്കിന്റെ നയത്തെയാണ് പണനയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഇന്ത്യയിൽ പണനയം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം RBIക്കാണ്. സാമ്പത്തിക നയത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം കൈവരിക്കാൻ പലിശ നിരക്ക്, പണവിതരണം, വായ്പാ ലഭ്യത എന്നിവ പോലുള്ള മാനദണ്ഡങ്ങൾ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബാങ്കിൻ്റെ നയത്തെയാണ് പണനയം എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് പണനയം എന്ന് വെച്ചാൽ? സാമ്പത്തിക നയത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം കൈവരിക്കാൻ പലിശ നിരക്ക്, പണവിതരണം, വായ്പാ ലഭ്യത എന്നിവ പോലുള്ള മാനദണ്ഡങ്ങൾ നിയന്ത്രിക്കുന്ന സെൻട്രൽ ബാങ്കിൻ്റെ നയത്തെയാണ് പണനയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു റിസർവ് ബാങ്ക്, നമ്മൾ പറഞ്ഞ എന്തായിട്ടാണ്? ഇന്ത്യയിൽ പണനയം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്യം ധനമന്ത്രാലയത്തിലാണ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് പണനയം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്യം ഉള്ളത്, RBIക്കാണ്. സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കാനായി സർക്കാർ റവന്യൂ ശേഖരണവും നികുതികൾ മാത്രമല്ല നികുതി ഇതര വരുമാനങ്ങളായ വിഭജന വായ്പകൾ എന്നിവയും ചെലവ് എന്നിവ ഉപയോഗിക്കുന്നതാണ് ധനനയം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കാനായി സർക്കാർ റവന്യൂ ശേഖരണവും ചെലവ് എന്നിവ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ധനനയം എന്ന് പറയുന്നത്. ഇനി ധനനയം തയ്യാറാക്കുന്നത് ധനവകുപ്പും ധനനയം നടപ്പാക്കുന്നത് ബജറ്റിലൂടെയുമാണ്. ധനനയം തയ്യാറാക്കുന്നത് ധനവകുപ്പാണ്. എന്നാൽ ധനനയം നടപ്പിലാക്കുന്ന ആരാണ്? ബജറ്റിലൂടെയാണ് ധനനയം നടപ്പിലാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2ാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം 1939 സെപ്റ്റംബർ 1 നടന്നു. ശരിയാണല്ലോ അല്ലേ? ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം 1939 സെപ്റ്റംബർ 1 നടന്നത്. നെക്സ്റ്റ്, അച്ചുതണ്ട് സംഘം എന്നറിയപ്പെടുന്നത്, അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ്. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ്. സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവയാണ് സഖ്യശക്തികൾ എന്ന് പറയുന്നത്. ശരിയാണ്. സഖ്യശക്തികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന അല്ലേ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നിവയാണ് സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നത്. ഇനി അതല്ല, അച്ചുതണ്ട് സഖ്യമാണെന്നുണ്ടെങ്കിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ എന്നിവയാണ് അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നത്. ജർമ്മനിയുടെ പോളണ്ട് ആക്രമണം നടന്നത് 1939 സെപ്റ്റംബർ 1 പാരീസ് സമാധാന സന്ധി അറിയപ്പെടുന്ന മറ്റൊരു പേര് മ്യൂണിക് ഉടമ്പടി എന്നാണ് പറയുന്നുണ്ട്. തെറ്റാണല്ലോ. പാരീസ് സമാധാന സന്ധി അറിയപ്പെടുന്ന പേരെന്താണ്? വേഴ്സായ് ഉടമ്പടി എന്നാണല്ലേ? വേഴ്സായ് ഉടമ്പടിയാണ് പാരീസ് സമാധാന ഉടമ്പടി സന്ധിയുടെ വേറൊരു പേരാണ് എന്ന് പറയുന്നത് വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് 4 മാത്രം തെറ്റ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? പാരീസ് സമാധാന സന്ധി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്നത്. പാരീസ് സമാധാന സമ്മേളനത്തിലെ 6 മാസത്തെ കൂടിയാലോചനകൾക്കൊടുവിൽ ഫ്രാൻസിലെ വേഴ്സായിലാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ എന്താണ് വേഴ്സായ് ഉടമ്പടി എന്ന് പറയുന്നതിന് കാരണം എന്താണ്? പാരീസ് സമാധാന സമ്മേളനത്തിലെ 6 മാസത്തെ കൂടിയാലോചനകൾക്കൊടുവിൽ ഫ്രാൻസിലെ വേഴ്സായിലാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. കൊമ്പിയൻ വനത്തിൽ 1918 നവംബർ 11 വെടിനിർത്തൽ ഉടമ്പടിയുടെ തുടർച്ചയായിരുന്നു വേഴ്സായ് ഉടമ്പടി. വേഴ്സായ് ഉടമ്പടി എന്താണ്? കൊമ്പിയൻ വനത്തിൽ 1918 നവംബർ 11 വെടിനിർത്തൽ ഉടമ്പടിയുടെ തുടർച്ചയായിരുന്നു വേഴ്സായ് ഉടമ്പടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികമാണ് അല്ലേ? കല്യാണ സൗഗന്ധികമാണ് മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി. കല്യാണ സൗഗന്ധികം രചിച്ചതാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. കല്യാണ സൗഗന്ധികം രചിച്ചതാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ എന്ന കേരളീയ കലയുമായി ബന്ധപ്പെട്ട സാഹിത്യ പ്രസ്ഥാനമാണ് തുള്ളൽ സാഹിത്യം. തുള്ളൽ എന്ന കേരളീയ കലയുമായി ബന്ധപ്പെട്ട സാഹിത്യ പ്രസ്ഥാനമാണ് തുള്ളൽ സാഹിത്യം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവായ കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ കലയുടെ രംഗാവിഷ്കരണത്തിന് അനുയോജ്യമായ വിധത്തിൽ രചിച്ച കൃതികളാണ് ഇവയിൽ ആദ്യത്തേത്. അപ്പോൾ എന്താ പറഞ്ഞത്? കല്യാണ സൗഗന്ധികം രചിച്ചതാരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. പഠിച്ചു വയ്ക്കാം. കല്യാണ സൗഗന്ധികമാണ് ആദ്യത്തെ അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ തുള്ളൽ കൃതി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കല്യാണ സൗഗന്ധികമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോടന്ത്ര കുഞ്ഞമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആരാണ്? കോടന്ത്ര കുഞ്ഞമ്മ എന്ന കഥാപാത്രത്തിൻ്റെ സ്രഷ്ടാവ് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയുടേതാണ് കോടന്ത്ര കുഞ്ഞമ്മ എന്ന് പറയുന്നത്. ക്ലസിപ്പർ കൃഷ്ണപിള്ള, ശീലാന്തിപ്പിള്ളിൽ കല്യാണിയമ്മ, കോടേന്ദ്ര കുഞ്ഞമ്മ എന്നിവർ കയർ എന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. അപ്പം എന്താണ് പറയുന്നത്? തകഴിയുടെയാണ് കയർ എന്ന് പറയുന്ന നോവൽ. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ക്ലസിപ്പർ കൃഷ്ണപിള്ള, ശീലാന്തിപ്പിള്ളിൽ കല്യാണിയമ്മ, കോടാന്ത്ര കുഞ്ഞമ്മ എന്നിവർ. ഡോക്ടർ വാട്സൺ എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആർത്തർ കോനൻ ഡോയലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്ലസിപ്പർ കൃഷ്ണപിള്ള, ശീലാന്തിപ്പള്ളിൽ കല്യാണിയമ്മ, അതുപോലെ തന്നെ കോടാന്ത്ര കുഞ്ഞമ്മ എന്നിവ തകഴിയുടെ കയർ എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രങ്ങളാണ്. എന്നാൽ ഡോക്ടർ വാട്സൺ എന്ന കഥാപാത്രം ആരുടേതാണ്? സൃഷ്ടാവാരാണ്? ആർതർ കോനൻ ഡോയലാണ്. മാൻഡ്രേക്ക് എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ലീ ഫോൾക്കാണ്. മാൻഡ്രേക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആരാണ്? ലീ ഫോൾക്കാണ്. നെക്സ്റ്റ്, ശരിയായ ജോഡി കണ്ടെത്തുക. മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം അല്ലേ? ഗോവധ നിരോധനം ഒക്കെ പറയുന്ന ആർട്ടിക്കിൾ 48 മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48. ഇനി മദ്യനിരോധനം ഏതാണ്? ഗോവധ നിരോധനം തൊട്ട് മുമ്പുള്ള ആർട്ടിക്കിൾ ആയിരുന്നല്ലോ, അതായിരുന്നു മദ്യനിരോധനത്തിൻ്റെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 47 മദ്യനിരോധനം. രാജ്യാന്തര സമാധാനം അല്ലേ? അന്താരാഷ്ട്ര സമാധാനം ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിൾ
ഏതാണ് ആർട്ടിക്കിൾ 51 ആണല്ലോ. അന്താരാഷ്ട്ര സമാധാനവും സഹവർത്തിത്വമൊക്കെ ഉറപ്പാക്കുന്ന ഒരു ആർട്ടിക്കിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 51 ആണ്. ഇനി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് അല്ലേ. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഉത്തരാഖണ്ഡാണ്. അതും പഠിച്ചു വയ്ക്കാം. അപ്പോൾ മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48. മദ്യനിരോധനം ആർട്ടിക്കിൾ 47. രാജ്യാന്തര സമാധാനം ആർട്ടിക്കിൾ 51. ഏകീകൃത സിവിൽ കോഡ് ആർട്ടിക്കിൾ 44. അപ്പോൾ നമുക്ക് ഉത്തരം എ ആണ് വരുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റാൻ ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കുക എന്നാണ് അല്ലേ. അതാണ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പറയുന്നത്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. പിന്നെന്താണ് പറയുന്നത്? എന്നാൽ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി കോടതിയിൽ പോകാം. നിർദ്ദേശക തത്വങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയില്ല ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കേട്ടോ. അപ്പോൾ മൗലിക അവകാശങ്ങൾക്ക് നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും, എന്നാൽ നിർദ്ദേശക തത്വങ്ങൾക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരനാണ് ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. അപ്പോൾ എന്താ പറയുന്നത്? നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ ചരിത്രകാരനാരാണ്? ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. നെക്സ്റ്റ് കായികവുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. വോളിബോൾ മത്സരത്തിലെ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? വോളിബോൾ മത്സരത്തിലെ ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 6 പേരാണ് വോളിബോൾ മത്സരത്തിൽ ഉണ്ടായിരിക്കുക, ഒരു ടീമിൽ ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി നമുക്ക് കായിക ഇനവും കളിക്കാരുടെ എണ്ണവും നോക്കാം. പ്രധാനപ്പെട്ട കായിക ഇനങ്ങളാണ് കബഡിയിൽ എത്ര പേരുണ്ടായിരിക്കും? 7 പേരുണ്ടായിരിക്കും. ക്രിക്കറ്റിലും ഹോക്കിയിലും ഫുട്ബോളിലും 11 പേരാണ് ഉണ്ടായിരിക്കുക. ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ എന്നിവയിൽ എന്താണ്? 11 പേരാണ് ഉണ്ടായിരിക്കുക. ഇനി റഗ്ബിയിലാണെങ്കിൽ 15 പേരുണ്ടായിരിക്കും. ബേസ്ബോൾ 9 പേര്. വാട്ടർ പോളോ 7 പേര്. വാട്ടർ പോളോയും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കബഡിയും 7 പറഞ്ഞു അല്ലേ. വാട്ടർ പോളോ, കബഡി, അതുപോലെ തന്നെ വാട്ടർ പോളോ, കബഡി 7. ഇനി വോളിബോളും ഐസ് ഹോക്കിയും 6. 6 പേരാണ് ഉണ്ടായിരിക്കുക. ബാസ്കറ്റ് ബോൾ 5 പേര്. ബീച്ച് വോളിബോൾ 2 പേര്. അപ്പോൾ എന്താ പറഞ്ഞത്? കായിക ഇനവുമായി കളിക്കാരുടെ നമ്മൾ പറഞ്ഞു. കബഡി എന്ന് പറയുന്നത് 7 പേരാണ്. കബഡിക്കും അതുപോലെ തന്നെ എന്തിനാണ് പറഞ്ഞത്? വാട്ടർ പോളോക്കില്ലേ. കബഡിക്കും വാട്ടർ പോളോക്കും 7 പേരാണ്. ഇനി ക്രിക്കറ്റ്, ഹോക്കി, അതുപോലെ തന്നെ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി എന്നിവയ്ക്ക് 11 പേരാണ് ഉണ്ടായിരിക്കുക കളിക്കാർ. ഇനി റഗ്ബി ആണെങ്കിൽ 15 പേര്. ബേസ്ബോൾ ആണെങ്കിൽ 9 പേര്. വോളിബോളും ഐസ് ഹോക്കി ആണെന്നുണ്ടെങ്കിൽ 6 പേര്. ബാസ്കറ്റ് ബോളിനാണെങ്കിൽ 5 പേര്. ബീച്ച് വോളിബോളിന് 2 പേരാണ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിഗണിക്കുക. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഒക്ട്രോയ് എന്ന് പറയുന്നത്. നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് തന്നിട്ടുള്ളതിൽ ഒക്ട്രോയ് എന്ന് പറയുന്നുണ്ട് അല്ലേ. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഒക്ട്രോയ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണല്ലോ അല്ലേ? ശരിയാണല്ലേ. ഒക്ട്രോയ് എന്ന് പറയുന്നത് നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഒക്ട്രോയ് എന്ന് പറയുന്നത്. കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളിൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി എന്ന് പറയുന്നത്. കസ്റ്റംസ് നികുതി എന്ന് വെച്ചാൽ എന്താണ്? കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളിൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി എന്ന് പറയുന്നത്. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് സമ്പത്ത് നികുതി. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് സമ്പത്ത് നികുതി. അതും ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഒക്ട്രോയ് എന്ന് പറയുന്നത്. കയറ്റുമതി ഇറക്കുമതി സാധനങ്ങളിൽ ചുമത്തുന്ന നികുതിയാണ് കസ്റ്റംസ് നികുതി എന്ന് പറയുന്നത്. വ്യക്തികളുടെ സ്വത്തിന്മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് സമ്പത്ത് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ശരിയല്ലാത്ത പ്രസ്താവനകളൊന്നുമില്ല അല്ലേ. നികുതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏതാണ്? നികുതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 265. ആർട്ടിക്കിൾ 265 നികുതിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്നവരാണ് ധനകാര്യ കമ്മീഷനാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ
പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്നത് ധനകാര്യ കമ്മീഷനാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് കൊഴുപ്പ് നികുതി എന്ന് പറയുന്നത്. ഒരു നികുതി കൂടി പഠിച്ചു വയ്ക്കുക, കൊഴുപ്പ് നികുതി. കൊഴുപ്പ് നികുതി എന്താണ്? പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് കൊഴുപ്പ് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നികുതി പങ്കിടലിനെ കുറിച്ച് ശുപാർശകൾ തയ്യാറാക്കുന്നത് ആരായിരിക്കും? ധനകാര്യ കമ്മീഷനാണ്. ആർട്ടിക്കിൾ നികുതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 265 പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫാസ്റ്റ് ഫുഡിന് ഏർപ്പെടുത്തുന്ന നികുതിയാണ് കൊഴുപ്പ് നികുതി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 16, 17 എന്നിവ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ 16ഉം 17ഉം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? 16. ആർട്ടിക്കിൾ 16 പറയുന്നത് എന്താണ്? അവസര സമത്വമാണല്ലേ, അവസര സമത്വമാണ് പറയുന്നത്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം അല്ലേ, അയിത്ത നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആർട്ടിക്കിൾ 17 മൗലിക അവകാശങ്ങളിൽ സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം പറയുന്നത് എത്രയാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തെക്കുറിച്ചുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമസമത്വത്തെയും നിയമപരിരക്ഷയെയും കുറിച്ചാണ്. ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താണ്? നിയമസമത്വം അല്ലേ, സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. നിയമസമത്വത്തെയും നിയമപരിരക്ഷയെയും കുറിച്ചാണ്. ഇനി ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 15 മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 അപ്പോൾ ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണ്? ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 പൊതു നിയമനങ്ങളിലെ അവസര സമത്വം ഉറപ്പുവരുത്തുന്നത് ആർട്ടിക്കിൾ 16 അപ്പോൾ അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 16 അവസര സമത്വത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 17 എന്താ പറയുന്നത്? അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 18 എന്താണ്? അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ആർട്ടിക്കിൾ 18 അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 18 അപ്പോൾ സമത്വത്തെക്കുറിച്ച് പറയുന്ന അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് പറയുന്നത് അല്ലേ. അതിൽ ആർട്ടിക്കിൾ 14 ആണെങ്കിൽ എന്താണ് പറയുന്നത്? നിയമത്തിന് മുമ്പിലുള്ള സമത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 15 മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയിലൊന്നും വിവേചനം പാടില്ലെന്ന് പറയുന്ന അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 16 പറയുന്നത് അവസര സമത്വത്തെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 18 അക്കാദമിക്, മിലിറ്ററി ഒഴികെയുള്ള ബഹുമതികൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 18 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായത്? കൂറുമാറ്റ നിരോധന നിയമം 1985 ഭരണഘടനയിൽ ചേർത്തു. 1985 ഭരണഘടനയിൽ ചേർത്താണ് അല്ലേ കൂറുമാറ്റ നിരോധന നിയമം. ശരിയാണ്. 52ാം ഭേദഗതി നിയമമാണ് അല്ലേ. 52ാം ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഏതാണ്? കൂറുമാറ്റ നിരോധന നിയമമാണ് 52ാം ഭേദഗതി നിയമം. 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 1985 52ാം ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം വന്നത്. എത്രാമത്തെ ഷെഡ്യൂളിലാണ്? 10ാമത്തെ ഷെഡ്യൂളിലാണ് കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 52ാം ഭേദഗതി. കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഇതാണ്, 52ാം ഭേദഗതിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. അപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. 1985 ഭേദഗതി നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗുമായിരുന്നു. 1985 ഭേദഗതി നിലവിൽ വരുന്നത്. ആ സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പ്രസിഡന്റ് ആരാണ്? ഗ്യാനി സെയിൽ സിംഗുമാണ്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗുമാണ്.
10ാം പട്ടിക ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് 52ാം ഭേദഗതിയിലൂടെയാണ്. 10ാം പട്ടിക ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ്? 52ാം ഭേദഗതിയിലൂടെയാണ്. 52ാം ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 102 അനുച്ഛേദം 191. അപ്പോൾ 1985 52ാം ഭേദഗതി പ്രകാരം മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 102 അനുച്ഛേദം 191. അനുച്ഛേദം 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അനുച്ഛേദം 191 സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ അനുച്ഛേദം 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 191 സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയാണ്. 191 സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാംഗമാണ് ലാൽ ദുഹോമ. ലാൽ ദുഹോമയാണ് കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാ അംഗമാരാണ് ലാൽ ദുഹോമയാണ്. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗമാണ് ആർ ബാലകൃഷ്ണ പിള്ള. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗമാണ് ആർ ബാലകൃഷ്ണ പിള്ള. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1985 52ാം ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം വന്നത്. 10ാം പട്ടികയിലാണ് കൂറുമാറ്റ നിരോധന നിയമം അല്ലേ. അതുപോലെ തന്നെ 52ാം ഭേദഗതി പ്രകാരം രണ്ട് അനുച്ഛേദങ്ങൾക്കാണ് മാറ്റം സംഭവിച്ചത്. 102 191. 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 191 സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ ലോകസഭാംഗം ലാൽ ദുഹോമയാണ്. എന്നാൽ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യത്തെ കേരള നിയമസഭാംഗം ആരാണ്? ആർ ബാലകൃഷ്ണ പിള്ളയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുണ്ട് അല്ലേ. അതുപോലെ കണക്റ്റിംഗ് പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞു പോകാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.